നമസ്കാരം. ഇന്ന് ഈവറ്റൽ ആർഎക്സിൽ വിട്രൺ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് ഓൺലൈൻ ഡെലിവറീസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഈവറ്റൽ ലോഗിൻ ചെയ്ത് വലതുഭാഗത്ത് മുകളിലെ ഫാർമസി ലോഗോ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ആൻഡ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇന്റഗ്രേഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിട്രൺ ഇന്റഗ്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. കോൺഫിഗർ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ടേൺ ഓൺ സെലക്ട് ചെയ്ത് കോൺഫിഗറേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിട്രൺ നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ആവും. ഇനി നമുക്ക് നമ്മൾ ചെയ്ത ഇൻ്റഗ്രേഷൻ ഇപ്പം നമുക്ക് വിട്രൺ ഇൻ്റഗ്രേഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സ്റ്റാഫിന് ഡെലിവറി റോള് അസൈൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം സ്റ്റാഫ് റോളിനകത്ത് പുതിയൊരു ഡെലിവറി റോൾ കൂടെ ക്രിയേറ്റ് ചെയ്യാം. മാനേജ് സ്റ്റാഫ് റോൾ എടുത്തു, ഇവിടെ ക്രിയേറ്റിലോട്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ റോളിനകത്ത് ഡെലിവറി ബോയ് അല്ലെങ്കിൽ ഡെലിവറി എക്സിക്യൂട്ടീവ് ആഡ് ചെയ്തു. അതിനുശേഷം ഡെലിവറി ഓപ്ഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡെലിവറി പേഴ്സൺ എന്നുള്ള ഓപ്ഷൻ ആഡ് ചെയ്ത് ക്രിയേറ്റിലോട്ട് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പുതിയൊരു റോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഡെലിവറി ബോയ് എന്ന പേരിൽ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ റോള് നമ്മുടെ സ്റ്റാഫിന് ആർക്കെങ്കിലും അസൈൻ ചെയ്യണം. അതിനായിട്ട് ഏതെങ്കിലും സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തിട്ട് അസൈൻ റോളിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡെലിവറി റോൾ അസൈൻ ചെയ്ത് അപ്ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിന് നമ്മൾ കൊടുത്ത ഡെലിവറി റോൾ അസൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിൽസ് ഓപ്പൺ ചെയ്തിട്ട് ബില്ല് സേവ് ചെയ്ത് എങ്ങനെയാണ് ഡെലിവറി ബുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ആദ്യം സെയിൽസ് പേജ് ഓപ്പൺ ചെയ്ത് കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. കസ്റ്റമറെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഓൺലൈൻ ഡെലിവറിയുടെ ഓപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ന്യൂ കസ്റ്റമറുടെ നമ്പർ ഇവിടെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം കസ്റ്റമറെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ വലതുഭാഗത്തായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമറുടെ അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. കസ്റ്റമറെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യണം, അതായത് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ബില്ല് സേവ് ചെയ്യുന്നതിന് തൊട്ടായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് ബുക്ക് ഡെലിവറി എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ബില്ല് നമുക്ക് സേവ് ആയി ഡെലിവറി ഓപ്ഷനിലോട്ട് പോകും. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ വിട്രൺ ഡീറ്റെയിൽസ് കിട്ടും, ഏതൊക്കെ സ്റ്റാഫാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഏത് സ്റ്റാഫാണോ ഡെലിവറി ചെയ്യേണ്ടത് സ്റ്റാഫിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് കസ്റ്റമറുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ആഡ് ഓർ ചേഞ്ച് ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമർ അഡ്രസ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. മുകളിലായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ കറക്റ്റ് അഡ്രസ്സ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. അതായത് ലൊക്കേഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പറിലോട്ട് OTP റിസീവ് ആവും. ആ ഒരു ഒ ടി പി കൂടെ നമ്മൾ വെരിഫൈ ചെയ്താലാണ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആഡ് ആവുന്നത്. ഇപ്പം നമ്മൾ OTP വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിലെ അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കസ്റ്റമർ പുതിയ അഡ്രസ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാഫിന് ഈ ഡെലിവറി റോൾ കൂടെ അസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് സ്റ്റാഫിന് ഡെലിവറി അസൈനായി. ഇപ്പം നമുക്ക് ആ പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, റൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇനി കൺഫേം കൊടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ബില്ല് കൂടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ബില്ല് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാഫ് ഡെലിവറി ചെയ്തതിന് ശേഷം നമുക്ക് ഡെലിവറി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് വലതുഭാഗത്ത് മുകളിലെ ബെല്ലൈക്കിന് തൊട്ടായിട്ടുള്ള ഒരു സിമ്പലിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡെലിവറി ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് ഏതൊക്കെയാണ് ഡെലിവർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പെൻഡിങ് ഉള്ളത്, അതുപോലെ തന്നെ ലെഡ്ജർ, ഏതൊക്കെയാണ് നെക്സ്റ്റ് പിക്കപ്പ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ലെഡ്ജറിനകത്ത് ഇവിടെ ബുക്ക് ചെയ്ത ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം കാണും. നമുക്ക് ഒരു ഡെലിവറിക്ക് 2 വൈറ്റൽ കോയിൻസ് വെച്ചാണ് നമുക്ക് ഡിഡക്റ്റ് ആവുന്നത്. അഡീഷണൽ ചാർജസ് ഒന്നും നമുക്ക് വിട്രണിന് വരത്തില്ല. ഇനി നമുക്ക് ഡെലിവറി റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഡെലിവറി റിപ്പോർട്ടിൽ ഏതൊക്കെ കസ്റ്റമറാണ് ഡെലിവറി ചെയ്തേക്കുന്നത്, എന്നാണ് ചെയ്തേക്കുന്നത്, ഡെലിവറി പാർട്ട്ണർ ഏതായിരുന്നു, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഡെലിവറി പേഴ്സൺ ആരാണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇൻ കേസ് കസ്റ്റമർ ഇതുവരെ പേ ചെയ്തിട്ടില്ല, കസ്റ്റമർ ഡെലിവറി ടൈമിൽ ക്യാഷ് ഓൺ പേയ്മെന്റ് ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഡ്യൂ ക്ലിയർ ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ ഡ്യൂ കാണിക്കുന്ന ബില്ല് സെലക്ട് ചെയ്തിട്ട് മാർക്ക് സെറ്റിൽഡ് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. മാർക്ക് സെറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാർമസിക്കകത്ത് എമൗണ്ട് വന്ന് ഇവിടെ സെറ്റിൽമെന്റ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ബില്ല് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെയിൽസ് ലിസ്റ്റിംഗ് പേജിലോട്ട് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്കിവിടെ
നമ്മുടെ ബിൽ എമൗണ്ട് ഉണ്ടല്ലോ ഡ്യൂ കാണിക്കുന്നത്, അത് ഓൾറെഡി പേയ്മെന്റ് സെറ്റിൽഡ് ആയിട്ട് ഇവിടെ കാണുന്നതാണ്. സോ ഇത്തരത്തിലാണ് നമ്മൾ വിട്രൺ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് ഡെലിവറി നമ്മൾ മാനേജ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.